ഹലോ ഗായ്സ്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ കഴിഞ്ഞ 2 ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കെന്തോ വലിയ ഇൻട്രസ്റ്റ് തോന്നിയിടാനായിട്ട്, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടേ, ആ 1 hour ഞാൻ പോയത് അറിഞ്ഞില്ല. ഭയങ്കര അടിപൊളി എപ്പിസോഡായിരുന്നു. എന്ന് വെച്ചാൽ കാര്യങ്ങളൊന്നും നടന്നില്ല, ഒരു കാര്യം നടന്നു, പക്ഷേ അത്ര വലിയ അടിപിടിയോ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് തോന്നി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അതായത് നമ്മൾ ഈ കോളേജൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബോണ്ട് ഷെയറിങ്, മെമ്മറി ഷെയറിങ് ഒക്കെ ഉണ്ടാവും. അതായത് ഞാൻ മറക്കരുതിട്ട് ഓർക്കാൻ നമ്മൾ ഓട്ടോഗ്രാഫൊക്കെ എഴുതി കൊടുക്കില്ല, ആ ഒരു ഫീലായിരുന്നു ഇന്ന്. അതായത് എല്ലാവരും ക്ഷമാപണമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു പോയ തെറ്റിന് ക്ഷമിക്കണം, ഇതാണ് ഭയങ്കര ഭയങ്കര ഗുഡ്. അതും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഈ അനുമോൾ അക്ബറൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. സോ അങ്ങനത്തെ ഒരു ഭയങ്കര ഫ്രണ്ട്ലി വൈബായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തോന്നിയിട്ടോ. ഇന്ന് മെയിനായിട്ട് നടന്നത് അനീഷ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തായിരുന്നു. അത് ലാസ്റ്റ് പുള്ളി ഭയങ്കര മെച്ചോർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ. അല്ല, അനീഷ് എന്നുള്ള വ്യക്തി നമുക്കറിയാം, ഭയങ്കര മെച്ചോർഡാണ്. പുള്ളിക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് സെപ്പറേഷനൊക്കെ ആയിപ്പോയത്, മാരേജ് കഴിഞ്ഞ് സെപ്പറേഷനൊക്കെ ആയതാണെന്ന് പറയുന്നത്. സോ അങ്ങനെ ഉണ്ടായ ഒരാൾ പെട്ടെന്ന് അനുവിന് ആ ഒരു രീതിയിൽ നിന്നല്ല, അങ്ങനെ ഇപ്പോൾ ഒരു ലവ് ടാഗ്, ഒരു വൈഫായിട്ടൊക്കെ അത്രയൊക്കെ ലെവലിലേക്ക് ആയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ബോണ്ടിങ് അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് അനു ഭയങ്കര സ്മൂത്തായിട്ട്, അനുവിനെ നോ പറയാൻ പേടിയെന്ന് വെച്ചാൽ ഒരാൾ നമുക്ക് ഗേൾസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ നമ്മൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് ആണ് ആക്ച്വലി ഇവിടെ തോന്നാം. അതിപ്പോൾ എത്ര നമ്മളായിട്ട് എന്താ പറയുക, ഒരു ബോണ്ടിങ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും, നമ്മളൊരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ, അത് ആ ബോയ്സിനാണെങ്കിൽ പോലും നമ്മളൊരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചും ഒരു ഇഷ്ടം ഫീൽ ചെയ്യും. പ്രേമമല്ല, നമ്മൾ കൊള്ളാം എന്നുള്ളൊരു ജെന്യുവൻ ഫീൽ നമുക്ക് വരും. അപ്പോൾ അനുവിന് അത് തോന്നി. പക്ഷേ പിന്നെ അനുവിനൊരു റിഗ്രറ്റ് അവിടെ വരുന്നത്, അതിന് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാനവിടെ വളം വെച്ച് കൊടുത്തു, അങ്ങനെയൊക്കെ പുള്ളിക്കാരി പാനിക്കാവാൻ തുടങ്ങി. അനുമോൾ അങ്ങനെ പാനിക്കായി. അപ്പോൾ അനീഷ് കാര്യം പറഞ്ഞു, എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ആദ്യം പുള്ളിനെ കുറിച്ച് അനുവിനോടൊന്ന് വിലയിരുത്തി. പിന്നെ പുള്ളി ചോദിക്കുന്നുണ്ട്, നമുക്ക് കല്യാണം കഴിച്ചല്ലോ. അപ്പോൾ അനു ബ്ലഷ് ചെയ്യുന്നുണ്ട്. നമ്മളതിൽ ആ ഊഞ്ഞാൽ ഇരുന്നിട്ട് അവളിങ്ങനെ തിരിഞ്ഞിരിക്കും, അയ്യോ എന്നൊക്കെ കൊണ്ട് തിരിഞ്ഞിരിക്കും. പക്ഷെ പുള്ളിക്കാരി അകത്ത് ഇങ്ങനെ ശരിക്കും എന്നെ പ്രാങ്ക് ചെയ്യാൻ പുള്ളിക്കാരിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗേൾസിന് പൊതുവെ എങ്ങനെയാണ് അങ്ങനെ തോന്നി എന്നോട് എന്നുള്ളൊരു വികാരമായിരിക്കും വരും. അത് ഭയങ്കര ജെന്യുവനായിട്ട് ഫീൽ ചെയ്തിട്ട് അനുവിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരിക്ക് കംപ്ലീറ്റ് അനീഷിന് ആ ഒരു ലെവലിൽ കാണാൻ താല്പര്യമില്ല. എന്നാൽ അത് പുള്ളീനെ പറഞ്ഞ് ഹേർട്ട് ചെയ്യാനും അവർക്ക് ഇഷ്ടമില്ല. അത് എല്ലാ ഗേൾസിനെ പോലെ തന്നെ. നമുക്ക് ഡയറക്റ്റ്ലി ഒരാളുടെ ഇഷ്ടമില്ല എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അനു എന്താ ചെയ്താലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻസ്, ഇങ്ങനെയാണ് 2 കൊല്ലത്തേക്ക് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പിന്നെ അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോഴേക്കും അനീഷ് എഴുന്നേറ്റിട്ട് അബൌട്ട് എന്നുള്ള പോലെ എഴുന്നേറ്റ് പോവാണ്. പുള്ളിക്കാരനെ ആ നോ അവിടെ ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. നോ പറയാണ്ട് തന്നെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ കാര്യം മനസ്സിലായി, അനുവിനത് താല്പര്യമില്ല എന്ന് മനസ്സിലായി. ബോയ്സിൻ്റെ ഒരു പ്രധാന പ്രശ്നം കേട്ടോ. ബോയ്സിൻ്റെ മാത്രമല്ല, കുറേ ഗേൾസിനും മനുഷ്യന്മാർക്കുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് നോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഈ വക കാര്യങ്ങൾ. അതായത് നമുക്കിഷ്ടമാണ്, തിരിച്ച് നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞത് പ്രാക്ടിക്കൽ ആവില്ല. അനീഷ് അവിടെ കുറച്ചും കൂടി ഈ എഴുന്നേറ്റ് പോണേക്കാട്ടും നല്ലത്, ഇമോഷൻ കൊണ്ടായിരിക്കും, ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, സമാധാനമായിട്ട് ഓക്കെ ഇല്ലല്ലേ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മെച്ചോർഡായിട്ട് ഡീൽ ചെയ്യാൻ ബോയ്സും ഗേൾസും പ്രിപ്പയർഡ് ആവണം. അല്ലെങ്കിൽ ഭയങ്കര ഹാർട്ടിലോട്ട് നമ്മളത് എടുത്തു പോകും. പിന്നെ കുറേ പേർക്ക് ചോദിക്കാം, അനുമോള് വളം വെച്ച് കൊടുത്തിട്ടല്ലേന്ന് ചോദിക്കും. പക്ഷെ അനു ഇങ്ങനെ കുറേ ഈ ഷാനവാസൊക്കെ ഇവരൊക്കെ കളിയാക്കുന്ന സമയത്ത് അനു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അനീഷേട്ട പാലിൻ്റെ ബാക്കി കുടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അവരിങ്ങനെ ഡ്രാമയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഫണ്ണായിട്ടാണ് പുള്ളിക്കാരി എടുക്കണതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ ഒരു പ്രപ്പോസൽ കഴിഞ്ഞിട്ട് നേരെ ഓടുന്നത് ആദിലയുടെ അടുത്തോട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും അത് പറഞ്ഞ് തീർക്കണ്ടേ, അത്ര ഒരു വലിയ ബോംബാണല്ലോ അനീഷിട്ട് വന്നിരിക്കുന്നത്. സോ അത് പറഞ്ഞു തീർക്കാനായിട്ട് ആദിലയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആദിലത് ശരിക്കും അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആദിലും ഭയങ്കര ഇതെന്ത് ഇങ്ങനെയൊക്കെ എവിടേക്ക് ഇതൊക്കെ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിനോട് അനൂറോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നീട് പറഞ്ഞ് ഷാനവാസ് കുത്തിപ്പൊക്കി. കാരണം അനീഷ് ഇത് പറഞ്ഞ കേട്ട് ഇടിവെട്ട് കൊണ്ട് ആളെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അനീഷ് ആരോടും മിണ്ടുന്നില്ല, പുള്ളി ഒറ്റയ്ക്ക് പോയിരിക്കുക. അനു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അനീഷായിട്ട് സംസാരിക്കാൻ പറ്റും. അനീഷ് താല്പര്യമില്ല, അനീഷ് ഇല്ലേ എനിക്ക് ഇതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പുള്ളി അപ്പോൾ ഭയങ്കര മെച്ചൂർഡായിട്ട് ഇങ്ങനെ പറയും. മെച്ചൂർഡ് എന്നല്ല, പുള്ളിക്ക് കാര്യം മനസ്സിലായി, അതിനോട് ഭാഗത്തുനിന്ന് നോവ വന്നതെന്ന് മനസ്സിലായി. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനും പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. സോ ഇത് ആദിലും നൂറേയും കൂടെ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ ആക്കും അവരെങ്ങനെ സംസാരിച്ച് അനുവിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി അനു അവരെ തലയിൽ കൊണ്ട് വെക്കും. ആ ഒരു മൊമെൻ്റ് അവിടെ കഴിയണം. പിന്നെ അതിനെപ്പറ്റി ബോധടാൻ പിന്നെ ഷാനവാസ് ചോദിക്കും,
ഇങ്ങനെ എല്ലാവരും റൗണ്ട് ടേബിൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഷാനവാസ് ചോദിക്കും എന്താണ് അനീഷിന് തീരെ മൂഡ് ശരിയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയും ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഷാനവാസ് പറയും വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഇവന് വട്ടാവും, കുറച്ച് കഴിഞ്ഞാൽ നെവിന് വട്ടാവും, അങ്ങനെയൊക്കെ ഷാനവാസ് കൗണ്ടർ പറയും. പക്ഷെ ആ നേരത്തെ അനുമോളും അനീഷും ഇതാണെന്നൊന്നും പറയുന്നില്ല ആരോടും. ഇങ്ങനത്തെ സംഭവം നമ്മൾ ലൈൻ വലിക്കുന്നുണ്ടൊന്നും പറയില്ല. ആകെ കാര്യം അറിയുന്നത് അതിലെ 100 ഷാനവാസ് മാത്രമേ ഉള്ളൂ. അതും എനിക്ക് അനുമോളുടെ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഹൗസിലുള്ള വേറെ ആരുടെ പുള്ളിക്കാർ ഷെയർ ചെയ്തില്ല. ഷാനവാസിനോട് ഷെയർ ചെയ്ത് ഓബ്വിയസ്ലി അനീഷ് ഷാനവാസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇത് ആ പുള്ളിനൊന്ന് അറിയിച്ചാൽ അറ്റ്ലീസ്റ്റ് ഷാനവാസിനെങ്കിലും ഈ അനീഷിനൊന്ന് സൂത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റുള്ളൂ. മീൻസ് അറ്റ്ലീസ്റ്റ് അറിയുവാണെങ്കിൽ. അതിലോട്ട് നൂറ് പറഞ്ഞാൽ അതിലും ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവർ നേരത്തെ തടിയൊക്കെ മാറ്റി പാച്ചപ്പോയി. അപ്പോൾ ആ ഒരു ബോണ്ടിലാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാർ വേറെ ആരോടും അത് ഷെയർ ചെയ്തില്ല. അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. പിന്നെ പ്രശ്നം ഉണ്ടായത് സാബുമോന് കോഴിമുട്ട 3 കിട്ടിയുള്ളൂ. 3 കിട്ടിയില്ല, ആകെ 1 കിട്ടിയുള്ളൂ. അപ്പോൾ അത് നെവിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നെവിൻ പറഞ്ഞു ഞാനല്ല എടുത്തത്, അവിടെ അക്ബർ ഇരിക്കുന്ന അക്ബർ ഞാനല്ല എടുത്തതെന്ന് പറയുന്നുണ്ട്. അവസാനം നെവിൻ ഒരു കോഴിമുട്ട ഇതിന് പുഴുങ്ങി കഴിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ സാബുവും പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇത്രയും വരുന്നിട്ട് എന്താണ് ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത, എല്ലാവരും എന്താണ് മറ്റുള്ളവരുടെ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകണേ, കള്ളനും കള്ളന്മാരും ഈ ഷോ വിജയിക്കരുത്, അങ്ങനെയൊക്കെ പുള്ളി ഇങ്ങനെ ഫ്രസ്ട്രേഷനോടുകൂടി പറയുന്നുണ്ട്. എന്നിട്ട് ഈ കിട്ടിയ കോഴിമുട്ട പുള്ളിക്കാരൻ പറയും ഞാനിത് രാത്രി വരെ ഇവിടെ വെക്കും, എനിക്ക് അറിയണത് ആരെടുത്തോണ്ട് പോകുന്നത്, എടുത്തവൻ്റെ തലയിൽ ഇരുത്തി വീഴുന്നൊക്കെ പണ്ട് എന്തൊക്കെ ശപിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഇമോഷണലായി. പിന്നെ പ്രോട്ടീൻ്റെ കാര്യമാണ്. പുള്ളിക്കാരന് ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പുള്ളി ജീവിക്കുന്നത്. അപ്പോൾ ഫുഡാണ് പുള്ളിക്കാർക്ക് ഒന്നും കിട്ടില്ല, ഫുഡാണ് സാബുമോന് മെയിനായിട്ടുള്ളത്. സോ സാബുമോൻ്റെ പ്രോബ്ലം അവിടെ തീർന്നു. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര എന്താ പറയുക, അനുമോളുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ലാണ്ട് ഭയങ്കര എല്ലാവരും ഭയങ്കര ആത്മാർത്ഥം, എല്ലാവർക്കും ഭയങ്കര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ ടാസ്കുകളൊന്നും നമ്മുടെ കൊടുത്തിട്ടില്ല. പിന്നെന്താ നമ്മുടെ അനുമോള് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ചേട്ടൻ ഞാൻ അങ്ങനെ ചെയ്തതിന് ക്ഷമിക്കണം, ഞാൻ കുറേ തവണകളായിട്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്തിട്ടൊക്കെ ഉണ്ട്, മറ്റത് അങ്ങനെ കുറേ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും മനഃപൂർവ്വം അല്ല, ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യം ഞാൻ തിരിച്ചെടുക്കാൻ പറ്റില്ല, ഉള്ളതിന് ക്ഷമ തരാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇനി സൂക്ഷിച്ചൊക്കെ പറയണതൊക്കെ പറഞ്ഞാൽ അനുമോളിനെ വാണിന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോളെ ക്ഷമിക്കും ചേട്ടാ ക്ഷമിക്കും പോകുന്ന സമയം ഇനി ഇങ്ങനെ ഒന്നും വെക്കണ്ട. ആക്ച്വലി ഇനി 9 ദിവസം കൂടെ ഉള്ളൂ, ഇനിയിപ്പോൾ എന്താ വരാൻ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഇത് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാതെ ലാസ്റ്റ് ഉറങ്ങുന്ന സമയത്ത് ആദില, നൂറ, അനുമോൾ ഇങ്ങനെ കിടക്കുക. അവരിങ്ങനെ ഹാളിൽ തന്നെ, ബെഡ്റൂമിലല്ല ഹാളിൽ ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ നെവിൻ ഇടയ്ക്ക് കയറി കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക, അവരൊരു ബോണ്ടിങ് ഇപ്പോൾ എന്തോ ഫീൽ ആവാം. നെവിൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, തെറ്റുകളൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല, ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നെവിനോട് ഒരു സോഫ്റ്റ് കോർണറിനോ ഒരു എന്താ പറയുക, പുള്ളി കുറേ മാറി. പിന്നെ ഇന്നൊരു മറ്റേ നോമിനേഷൻ ഉണ്ടായിരുന്നു. നോമിനേഷൻ അല്ലല്ലോ, അതായത് ക്യാപ്റ്റൻസി അല്ല, പക്ഷെ ഉള്ളതിൽ മികച്ച പ്രകടനം നടത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും നെവിൻ്റെ പേരെ പറയാം. നെവിൻ കുറേ മാറി, അനീഷ് തൊട്ട് എല്ലാവരും പറയുന്നത് നെവിൻ എന്നാണ്. നെവിൻ കുറേ മാറി. നെവിൻ പറയുന്ന അക്ബറിനെയാണ്. അക്ബർ ഭയങ്കര മോറൽ സപ്പോർട്ടായിരുന്നു പുള്ളിക്ക്, ഭയങ്കര ഇമോഷണലി അങ്ങനെ. പിന്നെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കിട്ടിയ പൈസയുടെ ഷെയർ അക്ബർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് ഫണ്ണായിട്ടാണ് പറയുന്നത്. പക്ഷെ ഒരു ബോണ്ടിങ് അക്ബറായിട്ടുണ്ടല്ലോ. അപ്പോൾ നെവിനെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട് തോന്നിയത് അക്ബറിനെയാണ്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും മികച്ച പ്ലെയർ ആയിട്ട് തോന്നിയത് നെവിനാണ്. നെവിന് എന്തോ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് എന്താ കിട്ടും, പക്ഷെ അതെന്താന്ന് ബിഗ് ബോസ് റിവീൽ ചെയ്തിട്ടില്ല. എല്ലാവരും പുള്ളിയുടെ പേരാണ് പറഞ്ഞുകൊണ്ട് നല്ല എന്തോ ഒരു അഡ്വാൻറ്റേജ് ഒന്നും പുള്ളിക്ക് കിട്ടാറുണ്ട്, അതിപ്പോഴും കിട്ടാമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സോ അങ്ങനെ പിന്നെ ജയിലിലോട്ട് എല്ലാവരെയും ജയിലിലോട്ട് 2 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നോറേനെ നോമിനേറ്റ് ചെയ്തു, പിന്നെ സാബുമനെ നോമിനേറ്റ് ചെയ്തു. റീസൺസ് ഒന്നും കാണിച്ചില്ല, ബിഗ് ബോസ് പ്ലസ്സിൽ ഉണ്ടാവുന്ന തോന്നുന്നു. അപ്പോൾ അത് പിന്നെ ട്വിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ ജയിലിൽ പോയി മതി, കാരണം ജയിലത്ത് ഇനി ലാസ്റ്റാണ് ജയിൽ ഇനി വേറെ ആർക്കും അടുത്ത സീസണിലും അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ അല്ല, ഇതിലത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ജയിലെന്നും പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പോകാം, 2 പേർക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ എവിക്റ്റ് ചെയ്തത് മീൻസ് അവർ നോമിനേറ്റ് ചെയ്തത് നോറേനെയും സാബുമോനെയും ആയതുകൊണ്ട് അവർ 2 പേരും ജയിലിൽ പോകും. എന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് തിരിച്ചിറങ്ങുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അവസാനം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ജയിലിൽ ലോക്ക് ചെയ്യും, പെർമനൻ്റ്ലി ലോക്ക് ചെയ്യും. അതായത് ഇനി അടുത്ത സീസണിലൊന്നും ജയിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ എല്ലാവരും അതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട്, അപ്പോഴും അനുമോളും അനീഷൊക്കെ ഭയങ്കര ഓർമ്മയായിട്ട് ചിരിച്ചൊക്കെ നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കും. ഭയങ്കര ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറായിരുന്നു, ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അപ്പോൾ ഗൈസ് വേറെ ഒന്നും പറയാനും വേറെ ഇതിലൊന്നും പറയാനും മിസ്സായിട്ടില്ല എന്ന് തോന്നുന്നു. സോ അത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നാളെ വേറെ എപ്പിസോഡ് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.